ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം ഒരു കക്കയിറച്ചി ഫ്രൈ ആണ്. നാടൻ രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കയിറച്ചി ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണേ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് മുഴുവനായിട്ടുള്ള കക്കയാണ് എടുത്തത്. അത് എടുത്തിട്ട് പുഴുങ്ങി നന്നായിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വേണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമായിട്ട് ചേർക്കുന്നത് നമ്മൾ കക്ക പുഴുങ്ങുമ്പോൾ കിട്ടുന്നൊരു വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ആ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളം, കക്കയുടെ ടേസ്റ്റുള്ള വെള്ളം, ആ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. കക്കയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഈ കക്കയിറച്ചി മൊരിച്ചെടുക്കാനുള്ളൊരു മസാല ഉണ്ടല്ലോ, ഉള്ളി മുളകും കൂടി ചേർന്നൊരു മസാലയാണ്. അതിനായിട്ട് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. നന്നായിട്ട് മൊരിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഉള്ളി മുളകിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഇത് അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കണം. ഇത് നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. എണ്ണ പോരുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും ഇത്. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇപ്പം നല്ല ബ്രൗൺ കളറിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും ഈ കുരുമുളക് പൊടി ചേർത്താൽ. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കക്കയിറച്ചി ഫ്രൈ ആണിത്. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും ഇത്, എന്നാലും പലരും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ചിലർ സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നല്ല നാടൻ രീതിയിൽ തന്നെ ഉള്ളി മുളകും കൂടി ചതച്ചിട്ട് വറുത്തെടുത്തേക്കണേണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.